സെൻട്രിപെറ്റൽ ഫോഴ്സിന് നാലാമതൊരു എക്സാമ്പിൾ നമ്മൾ പറയാൻ പോവാണ്. അതാണ് എ വെഹിക്കിൾ ടേക്കിംഗ് എ കർവ്. ഒരു വളവിലൂടെ ഒരു വണ്ടി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു വളവ് എന്ന് പറയുന്നത് എന്താ? ഇതേപോലെ ഒരു വളവ് എന്ന് പറഞ്ഞാൽ ഇതുപോലെയല്ലേ? ഒരു വളവെന്ന് പറയുന്നത് ഒരു സർക്കിളിന്റെ ഒരു ഭാഗമല്ലേ? ആ സർക്കിളിന്റെ ആ ഭാഗത്തിലൂടെ ഒരു വണ്ടി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് നമ്മുടെ കേസ്. അപ്പൊ ഒരു സർക്കുലാർ പാത്തിലൂടെ ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യണമെങ്കിൽ അതിന്റെ മേലെ ഒരു സെൻട്രിപെറ്റൽ ഫോഴ്സ് കിട്ടിയിട്ടുണ്ടാവണ്ടേ? അപ്പൊ ഇങ്ങനെ ഈ ഒരു വണ്ടി, ഈ വെഹിക്കിള് ഈ സർക്കുലാർ പാത്തിലൂടെ ഈ കർവിലൂടെ പോകണമെങ്കിൽ ആ വണ്ടിയുടെ മേലെ ഒരു സെൻട്രിപെറ്റൽ ഫോഴ്സ് കിട്ടിയിട്ടുണ്ടാവണ്ടേ? ആ സെൻട്രിപെറ്റൽ ഫോഴ്സ് എവിടെ നിന്നാണ് അതിന് കിട്ടുക? അത് ടയറിന്റെയും വണ്ടിയുടെ ടയറിന്റെയും റോഡിന്റെയും ഇടയിലുള്ള ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ് അതിനാവശ്യമായിട്ടുള്ള സെൻട്രിപെറ്റൽ ഫോഴ്സ് കൊടുക്കുക. ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഘർഷണ ബലം എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്ന സാധനമാണ്. ഘർഷണം ഉള്ളതുകൊണ്ടാണ് എനിക്ക് ചോക്ക് ഉപയോഗിച്ചിട്ട് ഈ ബോർഡിൽ എഴുതാൻ പറ്റുന്നത്. ബോർഡിന്റെ സർഫസ് റഫാണ്. അപ്പൊ നമ്മൾ ഈ ചോക്ക് ഉപയോഗിച്ച് എഴുതുന്ന സമയത്ത് ചോക്ക് പൊടിഞ്ഞിട്ട് ആ ഘർഷണം, ആ ഫ്രിക്ഷണൽ ഫോഴ്സ് കാരണം ചോക്ക് പൊടിഞ്ഞിട്ടാണ് ഇവിടെ ഈ എഴുത്ത് വന്ന് വീഴുന്നത്. അപ്പൊ ഘർഷണം അല്ലെങ്കിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു ഒരസൽ ബലാണ്. ആ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്തിൻ്റെയൊക്കെ ഇടയിലുള്ള ടയറിന്റെയും, ഇത് ടയറാണെന്ന് കരുതുക, ഈ ടയറിന്റെയും റോഡിന്റെയും ഇടയിലുള്ള ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ് ഇവിടുത്തെ സെൻട്രിപെറ്റൽ ഫോഴ്സ് കൊടുക്കുന്നത്. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡഡ് ബൈ ദ ഫ്രിക്ഷണൽ ഫോഴ്സ് ബിറ്റ്വീൻ ടയേഴ്സ് ആൻഡ് റോഡ്. റോഡിന്റെയും ടയറിന്റെയും ഇടയിലുള്ള ഫ്രിക്ഷണൽ ഫോഴ്സ്. ഓക്കെ, ഇനി ഈ എക്സാമ്പിളിനെ നമ്മൾ കുറച്ച് കാര്യമായിട്ട് പഠിക്കാൻ പോവാണ്. ഈ എക്സാമ്പിളിനെ കുറച്ച് കാര്യമായിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. നമ്മൾ ആദ്യം ഒരു കേസ് എടുക്കുകയാണ് ഇവിടെ. വെഹിക്കിൾ ഓൺ എ ഫ്ലാറ്റ് റോഡ്. എന്താ ഫ്ലാറ്റ് റോഡ് എന്ന് പറഞ്ഞാൽ? ഒരു സാധാരണ റോഡ്, നിരപ്പായ ഒരു റോഡിലൂടെ ഒരു വണ്ടി വരികയാണ്. അതാണ് നമ്മുടെ ആദ്യത്തെ കേസ്. ഈ ഒരു ഫിഗറിലേക്ക് നോക്കുക. ഇതാണ് ആ കർവ്. ആ കർവ് ആണ് ഈ കാണിച്ചിട്ടുള്ളത്. ആ കർവ് ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു കർവാണ്. ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു കർവാണ്. അതിലൂടെ ഒരു വണ്ടി വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു വെഹിക്കിൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ആ വെഹിക്കിളിന്റെ വെയിറ്റ് എപ്പോഴും താഴേക്കായിരിക്കും ആക്ട് ചെയ്യാം. ആ വെയിറ്റ് ആണ് ഇവിടെ താഴേക്ക് കാണിച്ചിട്ടുള്ളത്, mg എന്ന് പറഞ്ഞിട്ട്. ഇനി എപ്പോഴൊക്കെ താഴേക്ക് ഒരു ഫോഴ്സ് ഉണ്ടെങ്കിൽ അപ്പോഴൊക്കെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് മുകളിലേക്ക് ഒരു ഫോഴ്സ് ഉണ്ട്. ഈക്വലും ഓപ്പോസിറ്റുമായിട്ട് മുകളിലേക്ക് ഒരു ഫോഴ്സ് ഉണ്ട്. ആ ഫോഴ്സിനെയാണ് നമ്മൾ നോർമൽ റിയാക്ഷൻ എന്ന് വിളിക്കുക. നോർമൽ റിയാക്ഷൻ. ഈ നോർമൽ റിയാക്ഷൻ എന്ന് പറയുന്ന ഫോഴ്സ് വെയിറ്റിന് ഈക്വലും ഓപ്പോസിറ്റും ആണ്. മാത്രമല്ല അതിന്റെ ഒരു പ്രത്യേകത, അത് എപ്പോഴും സർഫസിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. ഇതല്ലേ സർഫസ്? ഇതല്ലേ സർഫസ്? എപ്പോഴും സർഫസിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. ആര്? നോർമൽ റിയാക്ഷൻ എന്ന് പറയുന്ന നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഫോഴ്സ്. ആർക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഫോഴ്സ്? വെയിറ്റിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഫോഴ്സ്. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ ഈ എന്നും എം ജിയും തമ്മിൽ ക്യാൻസൽ ചെയ്തു പോയി. എന്നും എം ജിയും തമ്മിൽ ക്യാൻസൽ ചെയ്തു പോയി. ഇനി അതവിടെ ഇല്ല. പകരം നേരത്തെ നമ്മൾ പറഞ്ഞ ഈ ടയറിന്റെയും റോഡിന്റെയും ഇടയിലുള്ള ഫ്രിക്ഷണൽ ഫോഴ്സ് അവിടെ ഉണ്ട്. ആ ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ് ഇവിടെ സെൻട്രിപെറ്റൽ ഫോഴ്സ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആ സെൻട്രിപെറ്റൽ ഫോഴ്സ് കിട്ടിക്കൊണ്ടിരുന്നാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ഈ വെഹിക്കിളിന് ഈ കർവിലൂടെ മൂവ് ചെയ്യാൻ സാധിക്കുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ വെഹിക്കിൾ സ്കിഡ് ചെയ്തു പോകും. അപ്പോൾ അതാണ് നമ്മൾ ഇവിടെ എഴുതാൻ പോകുന്നത്. എന്നും എം ജിയും തമ്മിൽ ക്യാൻസൽ ചെയ്ത് പോയി. n = mg ആണ്. n = mg ആണ്. ആരാണ് ഇവിടെ സെൻട്രിപെറ്റൽ ഫോഴ്സ് കൊടുക്കാനുള്ളത്? ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എഴുതും എന്ത്? ഫ്രിക്ഷണൽ ഫോഴ്സ്. ഫ്രിക്ഷണൽ ഫോഴ്സ് പ്രൊവൈഡ്സ് the necessary centripetal force. The necessary centripetal force. FC എന്ന് എഴുതണുള്ളൂ കേട്ടോ. നെസസറി സെൻട്രിപെറ്റൽ ഫോഴ്സ്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഇവിടെ വണ്ടിക്ക് കൂടുതൽ സ്പീഡിൽ വരാൻ പറ്റില്ല. ഇവിടെ മാക്സിമം ഈ വണ്ടിക്ക് തുടരാൻ പറ്റുന്ന ഒരു സ്പീഡ് ഉണ്ട്. ആ സ്പീഡിൽ കൂടുതലായിട്ട് ഈ സ്പീഡിലാണ് ഈ വണ്ടി കേവ് എടുക്കുന്നതെങ്കിൽ അവിടെ നിന്ന് അത് സ്കിഡ് ചെയ്ത് പോകാനുള്ള സാധ്യതയുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? മാത്രമല്ല ഫ്രിക്ഷൻ എന്ന് പറയുന്ന ഈ ഫോഴ്സ് ഉണ്ടല്ലോ, ഈ ഫ്രിക്ഷൻ എന്ന് പറയുന്ന ഫോഴ്സ് റിലയബിൾ അല്ല. ഫ്രിക്ഷൻ ഈസ് നോട്ട് റിലയബിൾ. ഫ്രിക്ഷൻ എന്തല്ല? റിലയബിൾ അല്ല. എന്താ ഫ്രിക്ഷൻ റിലയബിൾ അല്ല എന്ന് പറയാൻ കാരണം? ഫ്രിക്ഷണൽ ഫോഴ്സ് ഈസ് നോട്ട് റിലയബിൾ. എന്താണ് അങ്ങനെ പറയാൻ കാരണം? ടയർ കുറെ ഓടിയിട്ട് തേഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഫ്രിക്ഷണൽ ഫോഴ്സ് ഇല്ലാണ്ടായി മാറും. ഫ്രിക്ഷണൽ ഫോഴ്സ് ഇല്ല എന്ന് പറഞ്ഞാൽ അവിടെ ആവശ്യമായ സെൻട്രിപെറ്റൽ ഫോഴ്സ് കൊടുക്കാൻ പറ്റാതെയാവും. അതുപോലെ തന്നെ മഴ പെയ്തിട്ട് റോഡാകെ നനഞ്ഞിരിക്കുകയാണെങ്കിൽ, ചളി ഉണ്ടെങ്കിൽ അപ്പോഴൊക്കെ ഫ്രിക്ഷൻ കുറയും. ഫ്രിക്ഷൻ കുറയാന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ സെൻട്രിപെറ്റൽ ഫോഴ്സ് കൊടുക്കാൻ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ആവശ്യത്തിന് സെൻട്രിപെറ്റൽ ഫോഴ്സ് കിട്ടാതിരുന്ന വണ്ടി സ്കിഡ് ചെയ്തു പോകാനും അവിടെ അപകടങ്ങൾ ഉണ്ടാവാനും സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഫ്രിക്ഷണൽ ഫോഴ്സ് ഈസ് നോട്ട് റിലയബിൾ എന്ന് പറയാൻ കാരണം. ഫ്രിക്ഷണൽ ഫോഴ്സ് അത്ര റിലയബിൾ ആയിട്ടുള്ള ഒരു ഫോഴ്സ് അല്ല.
ഓക്കെ ആണോ? അതുകൊണ്ട് ആ പ്രശ്നമുള്ളത് കൊണ്ടാണ് നമ്മൾ റോഡിനെ ബാങ്ക് ചെയ്യുന്നത്. അതാണ് രണ്ടാമത് പറഞ്ഞിട്ടുള്ളത്, ബാങ്ക്ഡ് റോഡ് എന്ന്. എന്താണ് ബാങ്കിങ് എന്ന് നമുക്ക് ആദ്യം പറയാം. ബാങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫിഗറിലേക്ക് നോക്കിയേ, ഇവിടെ എന്താ കാണുന്നത്? ഇത് റോഡിന്റെ ഇന്നർ എഡ്ജ് അല്ലേ? ഇത് റോഡിന്റെ ഇന്നർ എഡ്ജ് ആണ്, ഇത് റോഡിന്റെ ഔട്ടർ എഡ്ജ് ആണ്. നമ്മൾ എന്താ ഇവിടെ ചെയ്തിട്ടുള്ളത്? റോഡിന്റെ ഔട്ടർ എഡ്ജിനെ കുറച്ചൊന്ന് മണ്ണിട്ട് ഉയർത്തുകയാണ് ചെയ്തിട്ടുള്ളത് അല്ലെ? അപ്പോ ഔട്ടർ എഡ്ജിനെ ഇന്നർ എഡ്ജിനേക്കാൾ ഉയർത്തുന്ന ഈ പ്രോസസ്സിനെ പറയുന്ന പേരാണ് ബാങ്കിങ്. എങ്ങനെയാണത് പറയാ? ഔട്ടർ എഡ്ജ് ഓഫ് ദ റോഡ് ഈസ് റൈസ്ഡ് എ ലിറ്റിൽ എബവ് ദ ഇന്നർ എഡ്ജ്. ഇന്നർ എഡ്ജിനേക്കാൾ ഔട്ടർ എഡ്ജിനെ കുറച്ച് പൊക്കി വെക്കുന്ന പ്രോസസ്സാണ് ബാങ്കിങ്. ബാങ്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് വ്യത്യാസം ഉണ്ടാവുക നോക്കാം നമുക്ക്. ബാങ്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വെഹിക്കിളിന്റെ വെയിറ്റ് എപ്പോഴും നേരെ താഴേക്കാണ്. ആ വെഹിക്കിളിന്റെ വെയിറ്റ് നേരെ താഴേക്ക് mg എന്ന് പറഞ്ഞിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോ നോർമൽ റിയാക്ഷൻ എന്ന് പറയുന്ന ഒരു ഫോഴ്സ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ? ആ നോർമൽ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഈ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് ആക്ട് ചെയ്യുന്ന ഒരു ഫോഴ്സ് ആണത്. അത് എപ്പോഴും സർഫസിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. ഇവിടത്തെ സർഫസ് എന്ന് പറഞ്ഞാൽ അതാ ഇങ്ങനെയല്ലേ? ഇപ്പൊ ഇവിടത്തെ സർഫസ് എന്ന് പറഞ്ഞാൽ ചെരിഞ്ഞു നിൽക്കുന്ന ഒരു സർഫസ് അല്ലേ? അപ്പൊ അതുകൊണ്ട് ഇവിടത്തെ സർഫസിന് പെർപെൻഡിക്കുലർ ആവുക എന്ന് പറഞ്ഞാൽ ഇതാ n എന്ന് പറയുന്ന ഫോഴ്സ് ഇങ്ങനെയാണ് ഉണ്ടാവുക. നോർമൽ റിയാക്ഷൻ എന്ന് പറയുന്ന ഫോഴ്സ് ചെരിഞ്ഞിട്ടാണ് നിൽക്കുക. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ ഇവിടെ ചില കാര്യങ്ങൾ ചെയ്യാൻ പോവാണ്. ഈ mg എന്ന് പറയുന്നതിനെ ഞാൻ നേരെ ഓപ്പോസിറ്റിലേക്ക് നീട്ടി വരയ്ക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇവിടെ ഒരു ആംഗിൾ കിട്ടും. ഞാൻ പറയുന്നു ആ ആംഗിൾ തീറ്റയാണ്. എവിടെന്നാ കിട്ടിയത്? ആ ആംഗിൾ തീറ്റയാണെന്ന് എങ്ങനെയാണ് നമുക്ക് മനസ്സിലായത്? അത് നമ്മൾ ആലോചിക്കുക. രണ്ട് ലൈനിന്റെ ഇടയിലുള്ള ആംഗിൾ തീറ്റയാണെങ്കിൽ ആ രണ്ട് ലൈനുകളുടെ പെർപെൻഡിക്കുലറുകളുടെ ഇടയിലുള്ള ആംഗിളും തീറ്റയായിരിക്കും. അപ്പൊ ഇവിടെ ഈ രണ്ട് ലൈനുകളുടെ ഇടയിലുള്ള ആംഗിൾ തീറ്റ ആയതുകൊണ്ട് ഈ ലൈനിന് പെർപെൻഡിക്കുലർ ആണല്ലോ ഈ ലൈന്, അതിൻ്റെയും ഈ ലൈനിന് പെർപെൻഡിക്കുലർ അല്ലേ ഈ ലൈന്, അതിൻ്റെയും ഇടയിലുള്ള ആംഗിളും തീറ്റ ആയിരിക്കും. ഓക്കെ ആണോ? ഇനി നോക്കൂ, ഈ ചെരിഞ്ഞു നിൽക്കുന്ന നോർമൽ റിയാക്ഷൻ എന്ന് പറയുന്ന ഈ ഫോഴ്സിനെ, അതൊരു വെക്ടറാണ്, നമുക്കതിനെ റിസോൾവ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് അതിനെ റിസോൾവ് ചെയ്യുക? അതിനെ നമുക്ക് ഒറിജിനിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനെ റിസോൾവ് ചെയ്യാൻ പറ്റും. ഒറിജിൻ പോയിന്റിൽ കൊണ്ടുവച്ചിട്ട് നമ്മൾ അതിനെ റിസോൾവ് ചെയ്തു. അതിനെ നമ്മൾ റിസോൾവ് ചെയ്യണം, രണ്ട് കഷ്ണമാക്കി മാറ്റുക. എങ്ങനെയാണ് നമ്മൾ അതിനെ രണ്ട് കഷ്ണമാക്കി മാറ്റുക? നമുക്ക് ഇവിടെ ഒരു ഫോഴ്സ് കിട്ടും, ഇങ്ങോട്ടൊരു ഫോഴ്സ് കിട്ടും. ഏതാണ് ഇങ്ങോട്ട് കിട്ടുന്ന ഫോഴ്സ്? ഇങ്ങോട്ട് കിട്ടുന്ന ഫോഴ്സ് ആണ് എന്നിന്റെ സൈൻ തീറ്റ. n സൈൻ തീറ്റ എന്ന് പറയുന്ന ഒരു ഫോഴ്സ് ഇങ്ങോട്ട് കിട്ടും. അതേസമയം തീറ്റയുടെ അടുത്തുള്ള ആള് ആരായിരിക്കും? തീറ്റയുടെ അടുത്തുള്ള ആള് n കോസ് തീറ്റ എന്ന് പറയുന്ന ആളായിരിക്കും. n സൈൻ തീറ്റ, n കോസ് തീറ്റ എന്ന് പറയുന്ന രണ്ട് ഫോഴ്സുകൾ ഇപ്പൊ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. n സൈൻ തീറ്റയുടെ ഡയറക്ഷൻ എങ്ങനെയാണ്? n സൈൻ തീറ്റയുടെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. n സൈൻ തീറ്റയുടെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. കാണുന്നുണ്ടോ ഇവിടെ? n സൈൻ തീറ്റയുടെ ഡയറക്ഷൻ നേരെ ഇങ്ങോട്ടാണ്. ഇങ്ങോട്ട് എന്ന് പറഞ്ഞാൽ സെന്ററിലേക്ക് എന്നല്ലേ അർത്ഥം അല്ലെ? സെന്ററിലേക്ക് ആക്ട് ചെയ്യാറുള്ളത് ആരാണ്? FC എന്ന് പറയുന്ന സെൻട്രിപെറ്റൽ ഫോഴ്സ് ആണ്. അപ്പൊ നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്താണ്? ഇവിടെ സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യാൻ ഫ്രിക്ഷണൽ ഫോഴ്സ് മാത്രമല്ല ഉള്ളത്, ഇവിടെ n സൈൻ തീറ്റ എന്ന് പറയുന്ന ഒരു ഫോഴ്സ് കൂടിയുണ്ട്. ഈ n സൈൻ തീറ്റ എന്ന് പറയുന്ന ഫോഴ്സ് ആരാണ്? n എന്ന് പറയുന്ന നോർമൽ റിയാക്ഷന്റെ ഒരു കമ്പോണന്റ് ആണ്. നോർമൽ റിയാക്ഷന്റെ കമ്പോണന്റ് എന്ന് പറഞ്ഞാൽ നോർമൽ റിയാക്ഷന്റെ ഒരു കഷ്ണം. അതാണ് n സൈൻ തീറ്റ എന്ന് പറയുന്ന ഫോഴ്സ്. ആ n സൈൻ തീറ്റ എന്ന് പറയുന്ന ഫോഴ്സ് ഇവിടെ സെൻട്രിപെറ്റൽ ഫോഴ്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഉണ്ട്. ഫ്രിക്ഷണൽ ഫോഴ്സും ഉണ്ട് ഇവിടെ. ഇനി ഫ്രിക്ഷണൽ ഫോഴ്സിനെ നമ്മൾ കൺസിഡർ ചെയ്യാതെയാണ് ഇത് എടുക്കുന്നതെങ്കിൽ ഇവിടെ സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് ആരാ? കമ്പോണന്റ് ഓഫ് നോർമൽ റിയാക്ഷൻ ആണ്. അപ്പൊ നമ്മൾ എന്ത് എഴുതും? സെൻട്രിപെറ്റൽ ഫോഴ്സ് FC. സെൻട്രിപെറ്റൽ ഫോഴ്സ് ഈസ് പ്രൊവൈഡഡ് ബൈ component of normal reaction. നോർമൽ റിയാക്ഷന്റെ കമ്പോണന്റ് ബ്രാക്കറ്റിൽ എഴുതുക. ആരാണ് ആ കമ്പോണന്റ്? n സൈൻ തീറ്റ എന്ന് പറയുന്ന ഒരു കഷ്ണം. അതാണ് അവിടുത്തെ കമ്പോണന്റ്. ഈ n സൈൻ തീറ്റ എന്ന് പറയുന്ന കമ്പോണന്റ് കൂടി ഇപ്പോ സെൻട്രിപെറ്റൽ ഫോഴ്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഓക്കെ ആണോ? ഇത്രയാണ് നമുക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് അടുത്ത സെഷൻ ഏതാണെന്ന് നോക്കാം.